സോ ഞാൻ കുറച്ച് ഫുഡ് കോമ്പിനേഷൻസ് വരും. ബിരിയാണി ഓർ മന്തി? ഡെഫിനറ്റ്ലി മന്തി. കാരണം വെച്ചാൽ ബിരിയാണിയിൽ ഒരുപാട് ഓയിൽ, ഡാൽഡ ഇങ്ങനത്തെ ഭയങ്കര ട്രാൻസ് ഫാറ്റ് ഭയങ്കര അധികമാണ്. പക്ഷെ മന്തി ആക്ച്വലി മോസ്റ്റ്ലി സ്റ്റീംഡ് ആണ്, ഒറിജിനൽ മന്തി. അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മന്തി ചിക്കൻ മന്തി കഴിച്ചിട്ട് കുറച്ച് റൈസും കൂടുതൽ ചിക്കനും കഴിക്കുക. അപ്പൊ ഹൈ പ്രോട്ടീനുമായി, ലെസ് കാർബോഹൈഡ്രേറ്റ് ആയി, വെരി ലെസ് ഫാറ്റുമായി. So I think this is better. Cut fruits or fruit juices? Definitely cut fruits. I don't recommend fruit juice at all. കാരണം എന്ന് വെച്ചാൽ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും, പെട്ടെന്ന് ഇൻസുലിൻ റിലീസ് ഉണ്ടാവും, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജ്യൂസേ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. We should always go for fruits. Chicken breast or chicken leg piece? Definitely chicken breast is the best protein. Fish or kada? Both are protein. പക്ഷേ ഫിഷിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം സീ ഫുഡ് has got a lot of antioxidants. പക്ഷേ kada is also good, but comparatively fish is better. Mayonnaise or hummus? How dare you to compare this actually? Mayonnaise ഒരിക്കലും hummus ആയിട്ട് compare ചെയ്യാൻ പാടില്ല. Mayonnaise is bad. Lot of oil, trans fat, but hummus is made of channa. Rich in protein, very good. There is no comparison. Milk or milkshake? Definitely milk. Milkshakes ഒരുപാട് ഷുഗർ അവർ ആഡ് ചെയ്യുമല്ലോ. Even milk is not recommended in large quantities, but comparatively milk is better. Vegetables അല്ലെങ്കിൽ leafy vegetables? Both are good, but leafy vegetables ന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അയൺ കണ്ടന്റ് ഭയങ്കര ബെറ്റർ. I think you should take both and more score for leafy vegetables. ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ്? രണ്ടും മോശമായിട്ടുള്ള സാധനങ്ങളാണ് ചോദിച്ചത്. ചോക്ലേറ്റ്സിൽ കൂടുതൽ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ that scores over ഐസ്ക്രീം. ബിക്കോസ് ഒരു 70% മുകളിൽ കൊക്കോ ആഡ് ചെയ്തതിനാണോ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയാം. ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം? ഇത് രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നേന്ത്രപ്പഴത്തിന് ഭയങ്കര ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. പെട്ടെന്ന് ഒരുപാട് സ്റ്റാർച്ച് അധികമാണ്, ഒരുപാട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി മറ്റത് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. സോ ഐ പ്രിഫർ റോബസ്റ്റ് ഓവർ നേന്ത്രപ്പഴം. ബീഫ് ഓർ മട്ടൺ? ഇത് രണ്ടും റെഡ് മീറ്റ് ആണ്. അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആണ്, അറിയാം. പക്ഷെ വൺസ് ഇൻ എ വൈൽ വി ക്യാൻ ഹാവ്, ബട്ട് ഐ പ്രിഫർ ചിക്കൻ ഓവർ ദീസ് ടു. സോ നമ്മൾ പണ്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കരുത്, കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് ഉപയോഗം കൂടുന്നുണ്ട്. അപ്പോ സാർ അതിനെ രണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്യും? സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ മധുരക്കിഴങ്ങിൽ ഫൈബർ കണ്ടന്റ് ഭയങ്കര അധികമാണ്. അതാണ് അതിനൊരു പോസിറ്റീവ് ആയിട്ട് പറയുന്നത്. മറ്റൊന്ന് അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. എന്ന് വെച്ചാൽ ഷുഗർ പെട്ടെന്ന് കൂടില്ല. നേരെ മറിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അത് ഷുഗർ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും. അപ്പൊ ഡെഫിനറ്റ്ലി മധുരക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിനേക്കാളും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റോ? ബീട്രൂട്ടും ക്യാരറ്റും കമ്പയർ ചെയ്യേണ്ട, രണ്ടും നല്ലതാണ്. ക്യാരറ്റ് ആക്ച്വലി റിച്ച് ഇൻ വൈറ്റമിൻ എ, നമ്മളെ കാഴ്ചക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ബീട്രൂട്ടിൽ ആക്ച്വലി നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, പിന്നെ അതേപോലെ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ABC എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ നല്ലത്. ആപ്പിൾ ആയി, ബീട്രൂട്ട് ആയി, ക്യാരറ്റ് ആയി. പക്ഷെ അത് കഴിക്കുമ്പോൾ ഷുഗർ ഇടാതെ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പീസും കോണും, സ്വീറ്റ് കോൺ? ഗ്രീൻ പീസിൽ ആക്ച്വലി ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. സ്വീറ്റ് കോണിൽ പ്രോട്ടീൻ അത്ര ഇല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതും ലോ ഗ്ലൈസിമിക് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഷുഗർ സ്പൈക്ക് രണ്ടിനും ഉണ്ടാവില്ല. അപ്പോൾ കമ്പയർ ടു റൈസ് രണ്ടും ബെറ്റർ ആണ് ആക്ച്വലി. സാർ, ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഡയറ്റ് അഡ്വൈസസ്, എങ്ങനെ ഡയറ്റ് ഫോളോ, അതിനകത്തൊക്കെ ഈ എക്സോട്ടിക് ഫുഡ്സ്, ബെറീസ്, സ്മൂത്തി, അതൊക്കെ കഴിച്ചാലാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പറയുന്നത്. പക്ഷെ നമ്മളെ സാധാരണക്കാർക്ക്, ഒരു മലയാളിക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ, അത്ര എക്സ്പെൻസീവ് അല്ലാത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 3 മുട്ടയും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഓംലെറ്റ്, അതിന്റെ കൂടെ കട്ടൻ ചായ മാത്രം, ഷുഗർ ഇല്ലാതെ കഴിക്കാം. വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഉച്ചക്ക് നമുക്ക് എല്ലാവർക്കും ഊണാണല്ലോ ഇഷ്ടം. അതിൽ ചോറ് കുറച്ച്, പക്ഷെ അത് എപ്പോഴും തവിടുള്ള ചോറായിരിക്കണം. മട്ട അരി കൊണ്ടുള്ള ചോറ് അത് കുറച്ചേ പാടുള്ളൂ. പിന്നെ അവിയല്, പൊരിയല്, പിന്നെ പയറ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ച് അതിന്റെ കൂടെ കുറച്ചൊരു അഫോർഡബിൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ ഉണ്ടല്ലോ, മത്തി, അയില, ഇങ്ങനത്തെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഊണ്. ഓക്കെ, രാത്രി പിന്നെ എന്ത് ചെയ്യാ, കുറച്ച് ചിക്കൻ ആവാം. ഒരു 200 ഗ്രാം ചിക്കനും കുറച്ച് സാലഡ്സും അതിന്റെ കൂടെ 1-2 ചപ്പാത്തിയും കൂടി. ഇതാവുമ്പോ പ്രോട്ടീനായി, കാർബോഹൈഡ്രേറ്റ് ആയി, വിറ്റമിൻസ് ആയി, മിനറൽസ് ആയി, എല്ലാമായി. ഇതെല്ലാം കൂടി ഏകദേശം എത്ര രൂപ ചെലവാകും എന്ന് പറയും? നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് കഴിക്കുന്ന ഫുഡുകളുണ്ട്, അതിന്റെ ഒരു കമ്പാരിസൺ ചെയ്യാം. ചോറാണ് ചപ്പാത്തിയാണ് ബെറ്റർ? ഡെഫിനറ്റ്ലി ചപ്പാത്തിയാണ് ബെറ്റർ. കാരണം അത് ഹോൾ ഗ്രെയിൻ ആണ്. ചോറിൽ നമ്മൾ പോളിഷ്ഡ് അല്ലാതെ റൈസ് ബ്രാൻഡുള്ള ചോറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ചപ്പാത്തി ഇസ് ബെറ്റർ ദാൻ ചോറ്. ഇപ്പൊ ചോറും നെയ്ച്ചോറും ചോദിച്ചാലോ? ഡെഫിനറ്റ്ലി ചോറാണ് ബെറ്റർ, പക്ഷെ അതും തവിടുള്ള ചോറായിരിക്കണം. നെയ്ച്ചോറിൽ കുറെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം
ഹൈ ഫാറ്റ് ആണ്. സോ ചോറ്. പൊറോട്ടയും ഇടിയപ്പം. പൊറോട്ട ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാത്ത സാധനം നമുക്കറിയാം. ഇടിയപ്പം അഗെയിൻ കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ എന്നാലും അത് സ്റ്റീംഡ് ആണ്. അതുകൊണ്ട് പൊറോട്ടന്റെ അത്ര നെഗറ്റീവ് ഇല്ല, പക്ഷെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രം. ചപ്പാത്തിയും പത്തിരിയും. ഡെഫിനറ്റ്ലി ചപ്പാത്തി ഇസ് ബെറ്റർ. കാരണം പത്തിരി എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് ആണല്ലോ, ചപ്പാത്തി ഹോൾ ഗ്രെയിൻ ഗോതമ്പെന്ന് വരുന്നതല്ലേ. ചപ്പാത്തി ഇസ് ബെറ്റർ. ഓട്സ് വേഴ്സസ് കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മ്യൂസ്ലി പോലത്തെ കാര്യങ്ങൾ ചോദിച്ചത്. ഇത് നമ്മൾ ആളുകള് ഇപ്പൊ ഭക്ഷണങ്ങളൊക്കെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ ഓട്സ് ആണ് കഴിക്കുന്നതെന്ന് വലിയൊരു അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ ഓട്സും അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ഓട്സ് ഇസ് നത്തിങ് ബട്ട് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ദിസ് ഇസ് അനദർ, നമ്മൾ ചോറിന് ബദല് വേറെ സാധനം കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിലൊരു ചെറിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ച് ഫൈബർ കണ്ടന്റ് അധികമുണ്ട്. കോൺഫ്ലേക്സിൽ അത്രയില്ല. അപ്പൊ രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഓട്സ് വിൽ സ്കോർ കുറച്ച് മറ്റേതിനേക്കാളും ബെറ്റർ.